Hello and welcome back to my channel. My name is Pranavi and I'm a final prof BMS student. Today in this video I'm going to explain you about the scopes after BMS. So usually NEET കഴിഞ്ഞിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ അയാളുടെ പാരൻസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ BMS പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ. അപ്പോൾ നമ്മൾ ആ സ്കോപ്പിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. കുറേ സ്കോപ്പ് ഉണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് മെഡിക്കൽ ഓഫീസർ ആവാൻ പറ്റും. ഓക്കെ, മെഡിക്കൽ ഓഫീസർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് നടക്കുന്നത്. അതായത് നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് BMS കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ട് രീതിയിലുണ്ട്. അതായത് UPSC വഴി യൂണിയൻ പബ്ലിക് സർവീസിൻ്റെ കമ്മീഷൻ്റെ അണ്ടറിൽ, അതായത് സെൻട്രൽ ഗവൺമെൻറ് അതാണ് അവർ നടത്തുന്ന രീതിയാണ്. ഇതിൽ നമുക്ക് മെഡിക്കൽ ഓഫീസർ ആവാം. അതല്ലെങ്കിൽ PSC വഴി അതാത് സ്റ്റേറ്റിൻ്റെ, ഇത് കേരള പബ്ലിക് സർവീസ് അത് വെച്ചിട്ടും അല്ലെങ്കിൽ അവരവരുടെ സ്റ്റേറ്റിനനുസരിച്ച് നമുക്കും മെഡിക്കൽ ഓഫീസർ ആവാൻ പറ്റും. അപ്പോൾ നല്ല രസമാണ്. അതായത് മെഡിക്കൽ ഓഫീസർ നമുക്കൊരു കോളേജ്, ഒരു ഹോസ്പിറ്റലിൻ്റെ ഫുൾ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അത് ഒരു നല്ല കരിയർ ഓപ്ഷനാണ്. രണ്ടാമത്തെ ആകുമ്പോഴത്തേക്കും AIA PGET, അതായത് എൻട്രൻസ് എക്സാം, അതായത് PG എൻട്രൻസ് എക്സാം. PG എന്ന് പറയുമ്പോഴത്തേക്കും PGയിൽ MD ഓർ MS സബ്ജക്റ്റ് ആണുള്ളത്. MS സബ്ജക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ശല്യം, ശാലാക്യം ആൻഡ് പ്രസൂതി. അപ്പോൾ ഈ ഒരു 3 സബ്ജക്റ്റ് നമുക്ക് MS ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം MD ചെയ്യാം. അതായത് നിങ്ങളുടെ ഡിപ്പെൻസ്, നമ്മുടെ ഇഷ്ടമുള്ള കോളേജ്, ഇഷ്ടമുള്ള കോഴ്സ്, പിന്നെ എൻട്രൻസിൻ്റെ മാർക്സ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള കോഴ്സൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് ഒരു 13 മുതൽ 14 കോഴ്സുകൾ നമുക്ക് PG ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. പിന്നെ മൂന്നാമത്തേത് ഹോൺ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. എനിക്കെപ്പോഴും പ്രാക്ടീസാണ് ഇഷ്ടം. പ്രാക്ടിക്കലായിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാനൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ BMS കഴിഞ്ഞ ഉടനെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. എനിക്ക് അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസീസ്, ഇപ്പോൾ ആർഷസ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബോൺ ഡിസീസ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് ആയിരിക്കാം. ഇതൊന്നും വേണ്ട, നമ്മൾ ആഗതതന്ത്രത്തിൽ പഠിക്കുന്ന വിഷചികിത്സ, അത് ആ ഒരു കാറ്റഗറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും റെയറാണ് അല്ലേ. അപ്പോൾ സ്കോപ്സും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു രോഗത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് നമുക്ക് പറ്റുന്ന തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ വോളായിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പക്ഷേ ഇനിഷ്യലി ഒരു ക്ലിനിക്കൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യലി കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. നമ്മളൊരു 1-2 വർഷം നല്ലതുപോലെ സ്ട്രഗിൾ ചെയ്താൽ മാത്രമേ നല്ലതുപോലെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ. പക്ഷേ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് സ്വന്തം ക്ലിനിക്ക് തുടങ്ങാന്നുള്ളത്. എനിക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ടീച്ചിങ്, അത് ടീച്ചിങ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് ടീച്ചിങ്ങിനെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനാണ് ഇഷ്ടം കേട്ടോ. അത് ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊരു വേറൊരു ഫീലിംഗ് ആണ്. അതായത് MD അല്ലെങ്കിൽ MSc കഴിഞ്ഞ PG കഴിഞ്ഞവർക്ക് മാത്രമേ ടീച്ചിങ് ഫീൽഡിലോട്ട് വരാൻ പറ്റൂ. പക്ഷെ ടീച്ചർ, അതായത് നമ്മൾ ടീച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മളും ഒരിക്കൽ സ്റ്റുഡൻ്റായിട്ട് അവിടെ ഇരുന്നതാണ്. നമ്മുടെ ഫ്രണ്ടിലും ബെഞ്ചിലൊക്കെ ഇരുന്നു. അപ്പം നമ്മളെ ടീച്ചറിനെ നമ്മളിങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ടാവാം. അവർ പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ഭയങ്കര നമുക്ക് ഷോക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു ടീച്ചറാകുമ്പോൾ നല്ല രസമായിരിക്കില്ലേ. അപ്പം സോ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ, നമ്മൾ സെമിനാറൊക്കെ എടുക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഉന്മേഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ടീച്ചിങ് ബെസ്റ്റ് ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഞാനിങ്ങനെ നോട്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. അതായത് റിസർച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മുടെ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് റെപ്യൂട്ടേഷൻ കുറവാണ്. കാരണം നമ്മുടെ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതാണ്. അതുകൊണ്ട് തന്നെ പലതിനും എവിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് നമ്മൾ എന്തെങ്കിലും ഒരു മെഡിസിൻ ഉണ്ടാക്കി കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു ദശമൂലാരിഷ്ടം കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് അവർ ടെസ്റ്റ് ചെയ്തിട്ട് പറയും ഇതിനകത്ത് ഹെവി മെറ്റൽ കണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് ഇത് വാല്യൂ ചെയ്യാൻ പറ്റില്ല, ഇത് കൊടുക്കാൻ പറ്റില്ല. അത് പല മെഡിസിൻസും നമുക്ക് റിജക്റ്റ് ചെയ്തുകൊണ്ട് പലത് പേറ്റന്റ് കിട്ടുന്നില്ല. അങ്ങനെ കുറേയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷേ റിസർച്ച് വരികയാണെങ്കിൽ, റിസർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിസീസിന് വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള റിസർച്ചിലാണ് നിങ്ങൾ മുന്നിട്ട് പോകുന്നതെങ്കിൽ, അപ്പോൾ നമുക്ക് അതായത് ഡേറ്റാസ് നമ്മൾ കളക്ട് ചെയ്യും. അതായത് നമ്മൾ എന്ത് സാധനം എന്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്താലും അതിൻ്റെ പ്രൂഫിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പ്രൂഫിങ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്തിനെ നമുക്ക് വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിസർച്ച് ഇസ് ഗ്രേറ്റസ്റ്റ് ഏരിയ
ആഫ്റ്റർ BAMS നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഏതായിക്കോട്ടെ, ഏത് ഫീൽഡിലായിക്കോട്ടെ, നിങ്ങൾ എന്തിനെക്കുറിച്ച് വേണമെങ്കിലും, ഇപ്പോൾ ഡ്രഗ്സ്, ഹെർബൽ മെഡിസിൻ ആയിക്കോട്ടെ, ഇപ്പോൾ മിനറൽസ് ആയിക്കോട്ടെ, അതിൻ്റെയൊക്കെ സ്കോപ്പ് വളരെയാണ്. അതായത് ഈ ഒരു റിസർച്ച് ഫീൽഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും രസശാസ്ത്രമുണ്ട്, വൈശോചികൽപ്പന, അതിന് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതിന് കുറച്ചുകൂടെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുന്ന പോലെ ഇരിക്കും റിസർച്ചിനൊക്കെ ഇറങ്ങുമ്പോൾ. അതുപോലെ അടുത്തത് ഡ്രഗ് മാനുഫാക്ചറിങ്, അതായത് ഇത് ഞാൻ പറഞ്ഞു, ഹെർബൽ മെഡിസിൻ ആയിക്കോട്ടെ, ഇപ്പോൾ അല്ലെങ്കിൽ മിനറൽസ് ആയിക്കോട്ടെ, ഇതിന് നമുക്ക് ഡ്രഗ്സ് ഉണ്ടാക്കണം. അവർ ഓൺ കോമ്പിനേഷൻസ് വെച്ചിട്ട് പുതിയ, ഇപ്പോൾ പനിക്കായിക്കോട്ടെ അല്ലെങ്കിൽ ചുമ, കഫ്, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു റെയർ കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ ഡ്രഗൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ രസശാസ്ത്രത്തിൽ രസം ബേസ് ചെയ്തിട്ടുള്ള മെഡിസിൻസിന് അതിൻ്റെ സക്സസ് വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മിനറൽസ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് സക്സസ് കിട്ടും പെട്ടെന്ന്. പക്ഷെ അതിൻ്റെ അതായത് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ തന്നെ റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഒരുപാടാണ്. അപ്പോൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഡ്രഗ് മാനുഫാക്ചറിങ് ചെയ്യാം. പിന്നെ മാനേജ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്, അതായത് നമുക്ക് MBA ചെയ്യാം, MPH ചെയ്യാം, പിന്നെ ബിസിനസ്സിലേക്ക് പോകുന്നവർക്ക് അങ്ങനെ പോവാം. പിന്നെ അല്ലെങ്കിൽ പിന്നെന്താ, നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അത് മാത്രമല്ല ബിസിനസ്, ഇപ്പോൾ നമ്മൾ അതായത് ഒരുപാട് കമ്പനികളുമായിട്ട്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡ്രഗ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആലോവേര എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ തുളസി എക്സ്ട്രാക്റ്റ് ഒക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ഡ്രഗ്സ് ഒക്കെ മെഡിസിൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനെ ഈ ഹിമാലയ, KP നമ്പൂതിരീസ് അതുപോലെയൊക്കെയുള്ള കമ്പനീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അവിടെ തന്നെ പോകണമെന്നില്ല, അതുപോലെ കൊളാബറേറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് ഫീൽഡ് നല്ലതാണ്. പിന്നെ വേറൊന്നെന്ന് പറയുന്നത് പഞ്ചകർമ്മ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക. സാധാരണ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും പഞ്ചകർമ്മ ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട്, ഈ തിരുമലും ഉഴിച്ചിലും പിഴിച്ചിലും ഒന്ന് കോമൺ ആയിട്ടൊരു കോമൺ മാൻ പറയാം, നല്ല തടവാനും തിരുമാനും വേണമെങ്കിൽ അല്ല ഉഴിച്ചിലും പിഴിച്ചിലും ഒക്കെ വന്നാൽ മതിയല്ലോ, അങ്ങനെ ഒരു ബേസിക് ടോക്ക് ഉണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചെയ്താൽ അവർക്ക് അങ്ങനെ സംസാരിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പോൾ പഞ്ചകർമ്മ ക്ലിനിക്ക് ആകുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരെ കിട്ടും. ഈ കുറേ അടിപിടി കേസുകളൊക്കെ ഒരുപാട് വരും, അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിന്നെ ഒരുപാട് ഫോറിനേഴ്സിനെയൊക്കെ നമുക്ക് കിട്ടും. കാരണം നമ്മൾ കേരളത്തിലായതുകൊണ്ട് ഫോറിനേഴ്സിൻ്റെ ഒഴുക്ക് ഇങ്ങോട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത് നമുക്ക് ബെനിഫിറ്റാണ്. പിന്നെ സ്പാ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം, ബ്യൂട്ടി ക്ലിനിക്ക്. ഇപ്പോൾ ലേഡീസൊക്കെ ആകുമ്പോൾ ബ്യൂട്ടി അതായിരിക്കുമല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പായോ അല്ലെങ്കിൽ ബ്യൂട്ടി ക്ലിനിക്കോ, കൂടുതലും ഇപ്പോൾ ക്ലിനിക്ക്, അതായത് മോഡേൺ ആയിട്ടുള്ള ഫേസ് ഫെയർനെസ് ആയി ക്രീംസും ഷാംപൂസും ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴും അവർക്ക് ഒരു 2-3% അതായത് ഹെർബൽ ആയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളതുണ്ടോ, 100% നാച്ചുറൽ, അങ്ങനെയൊക്കെ ചോദിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ഫീൽഡാണ്. നമുക്ക് പഞ്ചകർമ്മ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഈ സ്പാ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ പഞ്ചകർമ്മ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് UG കഴിഞ്ഞിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അത് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷേ PG കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾ ആ ഒരു ഫീൽഡിൽ മാസ്റ്റർ ആയിരിക്കും. നിങ്ങൾ പഞ്ചകർമ്മയിലാണ് PG ചെയ്തിട്ട് ഈ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യും, യു ആർ ദ മാസ്റ്റർ. സോ നമ്മൾ കൂടുതൽ അങ്ങനെ വറി ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. പിന്നെ ആയുർവേദിക് കോസ്മെറ്റോളജി, അതൊരു ബിഗ്ഗസ്റ്റ് ബ്രാഞ്ചാണ്. കാരണം നമുക്ക് ഒരുപാട് ഡിപ്ലോമ കോഴ്സസ് ഒക്കെ അവൈലബിൾ ഉണ്ട്. അതായത് ത്വക്ക്, മുടി, അതുപോലെ തന്നെ നഖം, ഇതിൻ്റെ ബ്യൂട്ടി എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരാണ് ഭൂരിഭാഗം പേരും. അതിന് വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ക്രീംസും ഇപ്പോൾ സെറംസും ആയിക്കോട്ടെ, സൺസ്ക്രീം ആയിക്കോട്ടെ. പക്ഷേ ഇതിൽ നമ്മുടേതായിട്ടുള്ളൊരു ടച്ചിലാണ്, നമ്മുടെ അവരോൺ കോമ്പറ്റീഷൻ, നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ അലോവേര എക്സ്ട്രാക്ട് ആയിക്കോട്ടെ, തുളസി എക്സ്ട്രാക്ട് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷേ മിനറൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നെങ്കിലോ അത് നമ്മളിവിടെ ചിന്തിക്കണം. ഇതുപോലെ നല്ലപോലെ ചിന്തിച്ചാൽ പുതിയ പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാവും. അതും സ്കിൻ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവാൻ പറ്റാത്ത, അതായത് റെയർ കോമ്പിനേഷൻ എല്ലാ തരത്തിലും. ഇപ്പോൾ നമ്മൾ ഓയിലി സ്കിൻ ഉണ്ടാവും, ഡ്രൈ സ്കിൻ ഉണ്ടാവും, അതുപോലെ കോമ്പിനേഷൻ സ്കിൻ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെഡിസിൻസാണ് നമ്മൾ കണ്ടുപിടിക്കുന്നെങ്കിലോ അതായിരിക്കും നല്ലത്, അല്ലേ? പിന്നെ ഉള്ളത് പിന്നെ ഈ കോസ്മെറ്റോളജിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ സെലിബ്രിറ്റീസിനൊക്കെ കോസ്മെറ്റോളജിസ്റ്റ് ഉണ്ട്, അല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ഈ സ്കിന്നൊക്കെ ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് സജസ്റ്റ് ചെയ്തു, ഡ്രിങ്ക്സ് സജസ്റ്റ് ചെയ്തു, എന്തൊക്കെ ഓയിൽസ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ സെറംസ് യൂസ് ചെയ്യണം. ഇതിലൊക്കെ നമ്മൾ ഇത് തന്നെയല്ലേ പഠിക്കുന്നത്, അല്ലേ? വൈശേജ്യ കൽപ്പനയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് യൂസ് ചെയ്ത്
ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആവാനും നമുക്കൊണ്ട് പറ്റും. അതൊരു നല്ല രസമാണ്. പിന്നെ അതായത് മോഡേൺ കോസ്മെറ്റോളജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ മോഡേൺ കോസ്മെറ്റോളജിയിൽ അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിനകത്ത് ലേസർ യൂസ് ചെയ്യുന്നുണ്ട്. അത് എന്തുകൊണ്ട് അതിൻ്റെ ഒരു യൂട്ടിലൈസേഷൻ എന്തുകൊണ്ട് ആയുർവേദത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു കൊളാബറേഷൻ അല്ലേ നമ്മുടെ. ഇപ്പോൾ നമ്മൾ തന്നെ ചില ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അവരോട് ഐഡിയ, ഇപ്പോൾ ഒരു എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ആയുർവേദത്തിൽ വന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ആ എഞ്ചിനീയറിങ് സ്കിൽസ് വെച്ചിട്ട് ആയുർവേദത്തിന് വേണ്ടി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് കോസ്മെറ്റോളജിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെ നമ്മുടെ തോട്ട് പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് യോഗ ട്രെയിനർ. അപ്പോൾ യോഗ ഓക്കെ, നമ്മൾ ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഉള്ള ടെൻഷൻസ് എല്ലാം മാറ്റാൻ വേണ്ടി യോഗ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യോഗ അതിന് ഡിപ്ലോമ കോഴ്സസ് ഉണ്ട്, ഈവൻ തോ PhD കോഴ്സുകൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൽ യോഗ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു റിസോർട്ടിൽ യോഗ ട്രെയിനർ ആവാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് യോഗ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഫോറിനേഴ്സിനൊക്കെ കിട്ടും. അപ്പോൾ ഓപ്ഷൻസ്, നമുക്ക് കരിയർ ഓപ്ഷൻസ് ഒരുപാടാണ്. നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ ഒന്നുമില്ല, ആരും പറഞ്ഞു തരാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ BMS മാത്രം പഠിച്ചിട്ടിരിക്കാനേ പറ്റും. നമ്മുടെ വഴി നമ്മൾ തന്നെ കണ്ടെത്തി പോയി അതിനകത്ത് സക്സസ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ എനിക്കും കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആദ്യം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ പറ്റും. സോ ഐ തിങ്ക് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു കുറച്ചൊക്കെ ഐഡിയ BMSന് ശേഷം എന്തൊക്കെ സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോസ് നെക്സ്റ്റ് ടൈം. ബൈ ബൈ.